നമസ്കാരം. ഞാൻ രാജൻ പി തുടിയൂർ. ഒരു പത്രപ്രവർത്തകനാണ്. സിനിമ വാരികയുടെ പത്രാധിപരായിരുന്നു. മലയാളനാട് സിനിമ വാരിക. സിനിമയ്ക്ക് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ്. മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കാൽനൂറ്റാണ്ട് മുമ്പ് മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന, മലയാള സിനിമയുടെ നായക സങ്കല്പങ്ങളിലെ അത്ഭുതമായിരുന്ന ശ്രീ പ്രേം നസീറിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലും മറ്റും വന്ന ചില പരാമർശങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തെ വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒന്ന് രണ്ട് വാക്ക് പറയണമെന്ന് കരുതി. പ്രേം നസീർ ആരായിരുന്നുവെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 1976 ഞങ്ങൾ ക്യാമ്പസ് സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞ കാലത്ത് ഞാൻ സിനിരമയുടെ, അതായത് ജനയുഗം പ്രസിദ്ധീകരണ സിനിരമയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും ജനയുഗത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ തെങ്ങമം ബാലകൃഷ്ണൻ സാറുമായും തിരുവനന്തപുരത്ത് പോകുമ്പോൾ മെസ്കറ്റ് ഹോട്ടലിൽ പ്രേം നസീർ ഉണ്ട് എന്ന് പറഞ്ഞറിഞ്ഞു. അപ്പോൾ തെങ്ങമം പറഞ്ഞു, നമുക്ക് പ്രേം നസീറിനെ ഒന്ന് കണ്ടിട്ട് പോകാം. അതുവരെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പ്രേം നസീറിനെ കാണുവാനായി ഞങ്ങൾ പോകുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞത്, അസേ തെങ്ങമം. അദ്ദേഹം പ്രേം നസീർ സംസാരിക്കുമ്പോൾ എപ്പോഴും അസേ എന്നൊരു വാക്ക് ഉപയോഗിക്കുമെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി, പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോഴൊക്കെ. അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ, അന്നത്തെ സൂപ്പർ സ്റ്റാറാണ് പ്രേം നസീർ, ഒരു സാധാരണ മനുഷ്യനെ പോലെ ഞങ്ങളോട് പെരുമാറുകയും വളരെ നേരം സംസാരിച്ചിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പ്രേം നസീറിനെ കാണുന്ന എൻ്റെ സുഹൃത്ത് ബാലേന്ദ്ര മേനോൻ പ്രേം നസീറിനെ നായകനാക്കി കാര്യം നിസാരം എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. അന്ന് ഞാൻ മലയാളനാട് സിനിമാ വാരികയ്ക്ക് വേണ്ടി, മലയാളനാട് സിനിമാ വാരികയുടെ പത്രാധിപരാണ് ഞാൻ. പിന്നെ ബാലേന്ദ്ര മേനോൻ്റെ ആദ്യ സിനിമ മുതൽ അദ്ദേഹത്തിൻ്റെ മിക്കവാറും സെറ്റുകളിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ പ്രേം നസീറിനെ കണ്ടപ്പോൾ അദ്ദേഹം ഓർത്തെടുത്തു, ക്യാമ്പസ് സിനിമ ചെയ്ത ആൾ എന്നാണ് അദ്ദേഹം അന്ന് എന്നെ പറഞ്ഞത്. എത്രയോ വലിയൊരു മനുഷ്യൻ, എത്രയോ ആളുകളുമായി ഇടപെടുന്ന ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴും ഓർത്തെടുത്ത് സൗഹൃദം പുതുക്കി വളരെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സിനിമയിൽ വന്നതിന് ശേഷം ഒരിക്കലും ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുകയോ അത് ആരോടെങ്കിലും പറയുകയോ ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം 62-ാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപോകുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പനി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം. അതായത് അദ്ദേഹം അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപോവുകയാണ്. ആ സമയത്തും അദ്ദേഹത്തിന് ജീവിതത്തിൽ സ്വന്തം കരിയറിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രേം നസീറിനെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള എൻ്റെ പല സുഹൃത്തുക്കളുണ്ട്. മലയാളനാട് സിനിമാ വാരികയുടെ പത്രാധിപരായിരുന്ന VS നായർ പ്രേം നസീറിനെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വളരെ അടുത്ത് അറിയാവുന്ന, വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കണ്ട ഒരു വ്യക്തിയെക്കുറിച്ച് വന്ന ഒരു പരാമർശം, അത് തികച്ചും ആവശ്യമില്ലാത്ത ഒന്നായിപ്പോയി. നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആളുകളെ ശരിയായ രീതിയിൽ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൊരു കാര്യം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പോസിറ്റീവായിട്ട് നമ്മുടെ വരും തലമുറയ്ക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമായി ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളെക്കുറിച്ചുള്ള പോസിറ്റീവായുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്.